ഭരണാധികാരികളില്ല. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? പള്ളിക്ക് ഭരണാധികാരിയില്ല. അപ്പൊ പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഭരണാധികാരിയല്ല. പ്രസിഡന്റും സെക്രട്ടറി ഖജാൻജിയൊന്നും ഭരണാധികാരിയില്ല. അള്ളാന്റെ വീടാണെന്നില്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങി. അള്ളാന്റെ വീട് ഭരിക്കാൻ പിന്നെ ഒരു പ്രസിഡന്റ് ഉണ്ട്. അള്ളാന്റെ വീട് ഭരിക്കുന്ന പ്രസിഡന്റ് അതിന് പ്രസിഡന്റ്. അള്ളാന്റെ വീട് ഭരിക്കുന്ന പ്രസിഡന്റ് അള്ളാനെ കമ്പനിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഭവനമായ പള്ളിക്ക് പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ഖജാൻജി ഉണ്ട്. പക്ഷെ ഭരണാധികാരിയല്ല. അള്ളാഹുവിന്റെ ഭവനം ഭരിക്കാൻ അടിമകളിൽ ഒരാളുമില്ല. പിന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മാന എന്താണ്? പള്ളിയുടെ ഭരണാധികാരിയല്ല, പള്ളിക്ക് സേവനം ചെയ്യുന്നവനാണ്. പള്ളിയിലെ ജമാഅത്ത് നടന്നില്ലെങ്കിൽ ഉത്തരവാദിയാണ്. പള്ളിയിൽ ഹൗദിൽ വെള്ളമില്ലെങ്കിൽ ഉത്തരവാദിയാണ്. അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ പള്ളിക്കാട്ടം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് ഉത്തരവാദിയാണ്. അപ്പോൾ അവിടെ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട് പള്ളി വൃത്തിയാക്കാൻ. പള്ളി വൃത്തിയാക്കാൻ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അയാളെ നിശ്ചയിച്ചാലും ശരി, നിശ്ചയിച്ചില്ലെങ്കിലും ശരി, പള്ളിയിൽ കയറി വന്നപ്പോ ഒരു സ്ഥലത്ത് പള്ളിക്കാട്ടം കണ്ടാൽ കണ്ടവൻ ഉടനെ തന്നെ എടുത്ത് നീക്കൽ നിർബന്ധമാണ്. ഏൽപ്പിക്കപ്പെട്ട ആളെ കാത്തു നിൽക്കൽ പാടില്ല. കണ്ടവൻ ആരാണെങ്കിലും എടുത്തു നീക്കൽ അപ്പോൾ തന്നെ നിർബന്ധമാണ്. ഒരാളെയും കാത്തു നിൽക്കാൻ പറ്റൂല. ഫത്ഹുൽ മുഈനിൽ മസ്അല കാണാം. പ്രത്യേകം ആളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ആരെയും കാത്തു നിൽക്കാതെ നജസ് എടുത്ത് നീക്കിക്കൊള്ളണം. പള്ളിയുടെ തൊട്ടടുത്തുള്ള മൂത്രപ്പര നാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, ഖജാൻജിയാണ്. അതേ ഉത്തരവാദിത്വമുള്ളവർ ശരിക്കത് നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വവും അവർക്കുണ്ട്. അപ്പൊ പള്ളിയുടെ സമീപത്ത് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് അവന്റെ അടിമകളെ ക്ഷണിച്ചപ്പോൾ നിസ്കരിക്കാൻ വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ പള്ളിയിലേക്ക് വരുന്നൊരു മനുഷ്യൻ അദ്ദേഹം ഒന്ന് മൂത്രമൊഴിക്കാൻ കയറുമ്പോ ആ മൂത്രപ്പര നാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സഹോദരന്മാരെ കമ്മിറ്റിയിലെ ഓരോ മെമ്പറും ഉത്തരവാദിയാണ്. പ്രസിഡന്റ്, സെക്രട്ടറിയും ഖജാൻജിയും ഉത്തരവാദിയാണ്. ഈ ഉത്തരവാദിത്വമുള്ള സേവകൻ എന്നാണ് ഏത് പള്ളിയുടെയും പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. അല്ലാതെ റബ്ബിന്റെ വീട് ഭരിക്കുന്നവരല്ല. റബ്ബിന്റെ വീട് ഭരിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഈ ബോധം ഏത് പള്ളി കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഇടയ്ക്കൊക്കെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ ഉണ്ടാകും. ആ ടോയ്ലറ്റ് ഇടയ്ക്കൊക്കെ കമ്മിറ്റിയിലുള്ള ചില ആളുകളൊന്ന് തുറന്നു നോക്കണം. അതെന്താ ഞാനങ്ങനെ പറയാൻ കാരണം എന്നറിയോ? സുബ്ഹാനല്ലാഹ്, ചില സ്ഥലത്ത് പള്ളിയുടെ സമീപത്തുള്ള ബാത്റൂം അതൊന്ന് കയറിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, ബനൂ ഇസ്രായേലിന്റെ കാലം എന്ന് പറഞ്ഞ് മൂസാനബിന്റെ കാലത്തെങ്ങാനും ഒന്ന് വൃത്തിയാക്കിയതാണെന്ന് തോന്നും. വെളുത്ത ക്ലോസറ്റ് മഞ്ഞ കളറായി മാറിയിട്ട് മഞ്ഞപ്പിത്തം പിടിച്ച മാതിരി ഉണ്ടാകും. ഇത് നമ്മളെ പള്ളിയുടെ സമീപത്ത് അത്തരത്തിലുള്ള ക്ലോസറ്റ് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പള്ളിയുടെ പരിസരത്ത് അത്തരത്തിലുള്ള വൃത്തികെട്ട മൂത്രപ്പര ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പള്ളികൾ എപ്പോഴും ഏറ്റവും നീറ്റായി നിൽക്കണം. അതിന്റെ പരിസരങ്ങൾ നീറ്റായി നിൽക്കണം. ഇത് അല്ലാഹുവിന്റെ വീടാണെന്ന ബോധം വേണം. ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ മനുഷ്യ, നീ ചെരിപ്പഴിക്കണം. ചെരിപ്പഴിക്കുമ്പോൾ നീ ഇടത്തെ കാലിന്റെ ചെരുപ്പ് ആദ്യം വയ്ക്കണം. പക്ഷേ നീ കാലെടുത്ത് വെക്കരുത്, ചെരുപ്പിന്റെ മേലെ തന്നെ വെക്കണം. എന്നിട്ട് നിന്റെ വലത്തെ കാലിന്റെ ചെരുപ്പഴിക്കണം. എന്നിട്ട് ആ വലത്തെ കാൽ ആദ്യം പള്ളിയിലേക്ക് വെക്കണം. വെക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലണം. പോരാ, അല്ലാഹുവിന്റെ ദിക്ർ മാത്രം പോരാ. അതേ വറഫഅനാ ലക ദിക്റക, അല്ലാഹുവിനെ പറയുന്ന സ്ഥലത്തൊക്കെ അവന്റെ ഹബീബിന്റെ പേര് പറയണം. അതുകൊണ്ട് തന്നെ പള്ളി കയറുമ്പോ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് നീ അല്ലാഹുവിന്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന നടത്തണം. ആ പ്രാർത്ഥനയാണ് اللهم افتح لي أبواب رحمتك, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണം അല്ലാഹ് എന്ന ദുആ. കാരണം അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ വരുന്നത് എന്തിനാണ്? അവന്റെ കാരുണ്യം കിട്ടാനാണ്. ആ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണം അല്ലാഹ്.
ഈ അർത്ഥം വരുന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് പള്ളിയിലേക്ക് കടക്കേണ്ടത്. പള്ളിയിൽ കടന്നാൽ ഉടനെ 2 റക്അത്ത് തഹിയ്യത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, അത് നമ്മൾ നിസ്കരിക്കണം. ആ കടക്കുന്ന സമയം തന്നെ നമ്മൾ മറ്റൊരു സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തഹിയ്യത്തിനെ കരുതിയാൽ രണ്ടിന്റെയും പ്രതിഫലം ഒന്നായി ലഭിക്കും. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, തഹിയ്യത്തിന്റെ പ്രതിഫലവും നമ്മൾ ഇശാഇന്റെ മുമ്പാണ് കടക്കുന്നതെങ്കിൽ ഇശാഇന്റെ മുമ്പുള്ള സുന്നത്തും കരുതി തഹിയ്യത്തും കരുതി, ഒതുവെടുത്തിട്ടാണ് കടക്കുന്നെങ്കിൽ ഒതുവിന്റെ സുന്നത്തും കരുതി, ഇങ്ങനെ 3 സുന്നത്തുകൾ കരുതിയാൽ 6 റക്അത്തിന്റെ പ്രതിഫലം 2 റക്അത്ത് കൊണ്ട് ലഭിക്കും. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതുകൊണ്ട് പള്ളിയിൽ കടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭവനത്തിൽ കടക്കുകയാണെന്ന നിലക്ക് കടക്കണം. ഇനി ഒന്നുകൂടി പറയുന്നു, ആ പള്ളിയിൽ കടന്ന മനുഷ്യൻ പിന്നെ അനാവശ്യമായ ഒരു സംസാരം സംസാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അൻസദ ളാല്ലതൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോയ സാധനം അന്വേഷണം നടത്തിയാൽ, പള്ളിയിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോയ സാധനം അന്വേഷണം നടത്തിയാൽ, എന്റെ ഒരു വാച്ച് പോയിട്ടുണ്ട്, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നവനോട് പറയണം, ലാ റദ്ദഹല്ലാഹു ലക്, അല്ലാഹ് നിനക്കത് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. അല്ലെങ്കിൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, ലാ, ഇനി മേലിൽ അങ്ങനെ പറയരുത്, റദ്ദഹല്ലാഹു ലക്, അത് അല്ലാഹ് നിനക്ക് തിരിച്ചു തരട്ടെ. അങ്ങനെയും ഹദീസിന് അർത്ഥമുണ്ട്. ഇരിക്കട്ടെ, 2 അർത്ഥവുമുള്ള വാചകം റസൂലുള്ളാഹി മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. അതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ്. ഇത്തിക്കാഫിനെ കരുതിയിട്ട് ഇത്തിക്കാഫിലും ദിക്റിലും സ്വലാത്തിലും ഖുർആനോത്തിലും നിസ്കാരത്തിലും നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതിലും ഇൽമു പറയുന്നതിലുമായി പള്ളിയിൽ നമ്മൾ ജീവിക്കണമെന്ന് കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.